സാക്ഷര കേരളം, പുരോഗമന കേരളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിൽ അഭിമാനിക്കാറുണ്ടെങ്കിലും അതൊക്കെ തിരുത്തി പറയിപ്പിക്കേണ്ടി വരുന്ന ചില സംഭവങ്ങളും കേരളത്തിൽ നടക്കാറുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് ഇന്ന് വലിയ ചർച്ചയായത്, വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അതിൻ്റെ നേർസാക്ഷ്യമാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെ തുറന്നു പറച്ചിൽ. നിറത്തിൻ്റെ പേരിലെ അധിക്ഷേപം തുറന്നു പറഞ്ഞ് കറുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നതിൽ പോരാട്ടത്തിന് ഇറങ്ങും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. നിറത്തിൻ്റെ പേരിൽ നേരിട്ട അധിക്ഷേപങ്ങളെക്കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് അത് വലിയ ചർച്ചയാവുന്നുണ്ട്. ശാരദാ മുരളീധരന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നു. സമൂഹ മാധ്യമങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. നിറത്തിൻ്റെ പേരിൽ ഇപ്പോഴും താരതമ്യപ്പെടുത്തി അധിക്ഷേപം നേരിടുന്നു എന്നായിരുന്നു സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ വൈകാരിക ഫേസ്ബുക്ക് കുറിപ്പ്. നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപങ്ങളും വിവേചനവും കേരള സമൂഹത്തിൽ ഇപ്പോഴുമുണ്ടോ? പൂർണ്ണമായും തുടച്ചു നീക്കാനാവാതെ നമ്മുടെ സമൂഹത്തിൽ അത്തരം വിവേചനങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെ തുറന്നു പറച്ചിൽ. കാലങ്ങളായി നിറത്തിൻ്റെ പേരിൽ നേരിടുന്ന അധിക്ഷേപം ചീഫ് സെക്രട്ടറിയായ ശേഷവും തുടരുന്നുവെന്നാണ് ചീഫ് സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിൽ തുറന്നു പറഞ്ഞത്. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനവും കറുത്തത് എന്നും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണുവിൻ്റെ പ്രവർത്തനം വെളുത്തതെന്നും ഒരാൾ വിമർശിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. ഇത്തരത്തിലുള്ള തുലനകൾ ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷേ കറുപ്പും വെളുപ്പും ഉപയോഗിച്ചുള്ളൊരു തുലന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അത് കേട്ടപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അത് ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് പറയുന്നത്? ചീഫ് സെക്രട്ടറിയുടെ തുറന്നെഴുത്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്കിടയാക്കി. കേരളത്തിലായതുകൊണ്ടാണ് ഇത്ര വലിയ പ്രതികരണം ഉണ്ടായതെന്ന് ശാരദാ മുരളീധരൻ പറയുന്നു. തമാശ എന്ന മട്ടിലെ അധിക്ഷേപ പരാമർശങ്ങൾ ശരിക്കും വേദനിപ്പിക്കുന്നത്. ഈ തമാശ എന്ന് പറയുന്ന സാധനം വാസ്തവത്തിൽ വേദനിപ്പിക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് കൊള്ളുന്നവർക്ക്, കൊടുക്കുന്നവർക്ക് അത് തമാശ, കൊള്ളുന്നവർക്ക് അത് വേദനയാണ്. അധിക്ഷേപ പരാമർശത്തിലെ ഈ ഒരു പ്രതികരണത്തോടെ ശാരദാ മുരളീധരൻ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. കറുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ യുദ്ധത്തിനിറങ്ങാനാണ് തീരുമാനം. അധിക്ഷേപിക്കുന്നവർക്ക് മുന്നിൽ ആവർത്തിച്ചു പറയാനുള്ളത് ഇതാണ്: ഇതൊരു പ്രത്യേക അനുഭവമാണ്. ഇപ്പം എനിക്ക് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള ശാരദ എന്ന നിലയ്ക്ക് ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിയാണ്, ഞാൻ ശാരദയാണ്, ഞാൻ കറുപ്പാണ്. എൻ്റെ കറുപ്പ് എന്നുള്ളത് എൻ്റെ അഴകിനെയോ എൻ്റെ സ്വഭാവത്തിലോ കുറവ് വരുത്തുന്നതല്ല, അതിന് മാറ്റിക്കൂട്ടുന്നതാണ്. ശാരദാ മുരളീധരന്റെ പിന്തുണയുമായി വിവിധ കോണുകളിൽ നിന്നുള്ളവർ രംഗത്തെത്തി. കുറിപ്പ് ഹൃദയസ്പർശി എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം? കറുപ്പിനെന്താ കുറവ്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ, വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും ഈ പോസ്റ്റ്. കറുപ്പിനോടുള്ള വിവേചനം ഇപ്പോഴും തുടരുന്നുവെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP പ്രതികരിച്ചു. വെളുത്തവൻ്റെ ആധിപത്യം നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു വെളുപ്പാണ് ശരിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മളെല്ലാം വെളുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി 4 വയസ്സുള്ളപ്പോൾ കറുത്ത് പോയതുകൊണ്ട് അമ്മയുടെ വയറ്റിൽ പോയി വെളുത്ത് വരണമെന്ന് ആഗ്രഹിച്ചു. അത് ആ ചിന്തയാണ്, അങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു ചിന്തയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. മന്ത്രി വി ശിവൻകുട്ടി, K മുരളീധരൻ, ഷാഫി പറമ്പിൽ MP തുടങ്ങിയവരും ശാരദാ മുരളീധരന് പിന്തുണയുമായി എത്തി. ശാരദാ മുരളീധരൻ തുടങ്ങിയിരിക്കുന്നത് ഒരു പോരാട്ടമാണ്. കേരള സമൂഹം ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കേണ്ട, ഒപ്പം ചേരേണ്ട പോരാട്ടം. ക്യാമറാമാൻ VS മനീഷിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കേരളം ഒന്നാകെ ശാരദാ മുരളീധരൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അവർ ഉയർത്തിയ വിഷയം അത് ധീരമായ നിലപാട് എന്നുള്ള രീതിയിൽ പ്രശംസ അർഹിക്കുന്നുമുണ്ട്. ആ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, സമൂഹത്തിൽ വലിയ ചർച്ചയാവേണ്ടതാണ്. ആ ചർച്ചയ്ക്ക് അവർക്ക് തുടക്കമിടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപവും വിവേചനവും ഒക്കെ ഇപ്പോഴുമുണ്ടോ എന്നുള്ള വലിയൊരു നടുക്കത്തോടു കൂടി ആ ചോദ്യം നമുക്ക് മുമ്പിലേക്ക് വരികയാണ്. ഇത്തരത്തിലുള്ള വിവേചനമൊക്കെ മാറേണ്ട കാലം എന്നോ കഴിഞ്ഞിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി. ആരായാലും എന്തിൻ്റെ പേരിലായാലും അവഹേളിക്കുന്നത് തെറ്റെന്നാണ്. കറുപ്പായതുകൊണ്ട് വിമർശിക്കുക, അവഹേളിക്കുക, അതൊരിക്കലും നമ്മൾ ന്യായീകരിക്കാൻ പറ്റില്ല. ദൈവം തരുന്നതാണ് കറുപ്പും വെളുപ്പമൊക്കെ. അത് പണ്ട് അറേബ്യൻ നാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കറുപ്പിനെ വെളുപ്പിനെ. അത് കൂടുതലൊന്നും അമേരിക്കയിലുണ്ടായിരുന്നു. വെളുപ്പന്മാർക്ക് യാസ്യം, കറുപ്പന്മാർക്ക് അവഗണനയും. അത് നമ്മൾ ഇന്ത്യയിൽ അത് ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ലല്ലോ. എന്തായാലും കറുപ്പും വെളുപ്പല്ലേ ആളുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇപ്പം വെളുത്തെന്ന് വരുമില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി എന്താ പറയുക, അത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിറത്തിൻ്റെ പേരിൽ ആരെയും അധിക്ഷേപിക്കരുത്, എല്ലാവരും ഒരേപോലെ കാണുക.
നിറം വെച്ചാൽ കറുപ്പുണ്ടാവും, വെളുത്തുണ്ടാവും, അതൊന്നും അങ്ങനെ പറയാൻ പാടില്ല ആരായാലും. എല്ലാവർക്കും ദൈവം തരുന്നതാണ് ഈ നിറങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. ഒരാളെ കുറിച്ചിട്ടും എന്താ പറയുക, ബ്ലാക്ക് ആയാലും കറുപ്പ് അങ്ങനത്തെ സംസാരിക്കാൻ പാടില്ല. എല്ലാവരും ഒരേപോലെ കാണാനുള്ള മനസ്സ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണം. ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഏറ്റവും റേസിസം കുറവുള്ള സംസ്ഥാനമായിട്ട് കേരളത്തെ തോന്നിയെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ എല്ലായിടത്തും ഈ ജീർണതയുണ്ട്. അത് വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഈ റേസിസമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പ്രതിവിധിയായിട്ട് ചെയ്യാനുള്ളത്.